വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമില്ലേ? ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരിടത്തും പോകണ്ട കേട്ടോ. ഇന്ന് ഞാനും ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മാത്രമല്ലേ നമുക്ക് വ്ളോഗൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചൊരു റാൻഡം വ്ളോഗ് എടുക്കാമെന്ന്. എൻ്റെ കണ്ണ് കണ്ട ചുവന്നിരിക്കുന്നു. രാവിലെ എണീറ്റപ്പോൾ തൊട്ട് അങ്ങനെ തന്നെ ഇരിക്കണം. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, വാട്ടവർ, കണ്ണൊക്കെ ശരിയാവും. സൂര്യന്റെ പ്രകാശം ഡയറക്റ്റ് മുഖത്ത് തന്നെ അടിക്കണം. ഓക്കെ, അപ്പം ഞാൻ എന്താ എണീറ്റ് തല മാത്രം ഇങ്ങനെ ചീകിട്ട് ഫോണും എടുത്തോണ്ട് ഇറങ്ങിയ ഞാനാണ് ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വേണം പല്ല് തേക്കാൻ, കാപ്പി കുടിക്കാൻ, എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ? ഇന്ന് പപ്പയ്ക്കും പോകണ്ടായിരുന്നു, മമ്മിയും ഉണ്ട്, ഞങ്ങളെല്ലാവരും ഇന്ന് വീട്ടിലുണ്ട്. അപ്പം വൺസ് മോർ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് വേറൊരു കാര്യം, ഞാനൊരു Q&A ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മീൻസ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയില്ലേ, ഇതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പോസ്റ്റ് ഡ്രോപ്പ് ചെയ്യും. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും യൂട്യൂബിൽ എന്നുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ചേർത്ത് വെച്ചിട്ട് ഒരു Q&A ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ഇടുമ്പോൾ, മീൻസ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇടും. അപ്പോഴത്തേനും നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഡു കമൻറ്റ് ബിലോ. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ആദ്യം ഞാൻ പോയി പല്ല് തേക്കട്ടെ. ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ് ഞാൻ ഇതെല്ലാം ഒതുക്കി പറക്കി വെക്കണം. ഇതെല്ലാം വലിച്ച് വാരി പറക്കി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം അതിന് അടുക്കി ഒതുക്കണം. സമയം 8:15 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ ഇപ്പം പല്ലെല്ലാം തേച്ചിനി പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്കെല്ലാം പറക്കി ഒതുക്കാം. ഇവിടെ 2 ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ബാക്കിൽ വന്നിരുന്നപ്പോൾ ശബ്ദം കേട്ടാ, എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങ് ബാ. ഇല്ല, അടുത്തൊന്നും വരെ അറിഞ്ഞുകൂടാ കേട്ടാ. ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇതിൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോഴത്തേനും ഇനി പഠിപ്പിച്ചു കൊടുക്കാനൊന്നും ആരും ഇല്ലല്ലോ, അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ നമ്മളടുത്ത് സംസാരിക്കണമെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കാലിലൊക്കെ വന്ന് ഇങ്ങനെ തടവിയിട്ടൊക്കെ പോവും. പക്ഷെ നമ്മൾ അടിയെന്ന് വെച്ചാൽ രണ്ടും കൂടെ അടി തന്നെ എപ്പോഴും. അതൊരെണ്ണം, ഇതൊരെണ്ണം. ഹായ്, ഗുഡ് മോർണിംഗ്. പേടി ഭയങ്കര. ഗൈസ്, നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും മുട്ടക്കറിയാണ് ഞാനാണ് ഉണ്ടാക്കിയത്. അതാണ് ഇച്ചിരി ലേറ്റായി പോയത്. 2 ദോശയും മുട്ടക്കറിയും. അപ്പം ഞാൻ എന്തേലും പോയി കഴിച്ചിട്ട് വരാം. ഇത്രയും മെസ്സി ആയിട്ടുള്ള റൂം നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടത്. ഇന്ന് എനിക്ക് ഇവിടെ സേവനവാരമാണ്. അപ്പം ആദ്യം ഞാൻ ഇങ്ങനെ കർട്ടനെല്ലാം മാറ്റി ഇങ്ങനെ തുറന്നിടും. എൻ്റെ റൂമിൽ ആകപ്പാടെ ലൈറ്റ് വരണ ഒരേ ഒരു സോഴ്സ്, ലൈറ്റ് അണച്ചിട്ട ഈ ഒരു ജന്നൽ മാത്രം. ഓക്കെ, അപ്പം നമുക്കിനി ഒരു അരുവേന്ന് തുടങ്ങാം. ഇതെല്ലാം കഴുകിയിട്ട തുണിയാണ്, പറക്കി ഒതുക്കി വയ്ക്കണം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഇനി ഒരു അരുവേന്നെല്ലാം ആദ്യം തുണി മടക്കി വയ്ക്കാം. തുണി മടക്കി വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം ഫ്രീ ആവും, പിന്നെ നന്നായിട്ട് ഒതുക്കാൻ പറ്റും. ഞാൻ ഡെയിലി കോളേജിൽ പോകുന്നുണ്ട്. പോയിട്ട് വന്ന ഉടനെ ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ട് എണീറ്റിട്ട് തുണി കഴുകിയിടും. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് മുകളിലാണ് ശബ്ദം കേൾക്കണം പാട്ടിൻ്റെ. അപ്പം തുണി കഴുകിയിട്ടിട്ട് പറക്കി തിരിച്ചു വരാൻ വഴി പറക്കി എടുത്തങ്ങ് ഇവിടെ കൊണ്ടങ്ങ് ഇട്ടേക്കും. പിന്നെ മറക്കും, പിന്നെ അവിടെ അങ്ങ് കിടക്കും. ഇതാണ് എൻ്റെ വൈറ്റ് കോട്ട്. ഞങ്ങൾക്ക് യൂണിഫോം കിട്ടാത്തതുകൊണ്ട് ഇപ്പം കോട്ട് കമ്പൽസറിയാണ്. യൂണിഫോം കിട്ടണത് വരെ കോട്ട് ഇടണം. അത് കഴിഞ്ഞിട്ട് ലാബുള്ള ദിവസം മാത്രം കോട്ട് ഇട്ടാൽ മതി. എനിക്ക് ID കാർഡ് കിട്ടി. അത് കാണാതിരിക്കണതാണ് ഭേദം. അയ്യോ, കളർ ഡ്രസ് ഇട്ടിട്ട് മടുത്ത്.
ഡെയിലി മാം എൻ്റെ അടുത്ത് ചോദിക്കും യൂണിഫോം എന്ന് കിട്ടും, ID കാർഡ് എന്ന് കിട്ടുമെന്ന് ചോദിച്ചു വെച്ച് അത് കിട്ടിയെടുത്തോളം മതിയായി. ഇപ്പം യൂണിഫോം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതിന് കിട്ടുമ്പോൾ തികഞ്ഞോളും. ഞങ്ങൾക്ക് ചുരിദാറാണ് യൂണിഫോമിന്, ഇങ്ങനെ 2 സൈഡ് ഇങ്ങനെ പ്ലീറ്റൊക്കെ ഉള്ള ഷോളൊക്കെ വന്നിട്ടിരുന്ന അതുപോലത്തെ യൂണിഫോമാണ്. ഞങ്ങൾ 30 പേരുണ്ട് ക്ലാസ്സിൽ, 5 ബോയ്സും ബാക്കി 25 ഗേൾസും. ഓക്കെ, കുറച്ചുകൂടെ പ്രകാശം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പോയി എല്ലാം മടക്കി വെച്ചിട്ട് വരാം കേട്ടോ. ഒരു കാര്യം പറ. എന്തോ ശരിയാക്കണം? ക്യാമറ ആംഗിൾ ശരിയാക്കണം. ഇങ്ങനെയാണ് കൊണ്ട് നടക്കണം. ഓ, ഇങ്ങനെ വെക്കണമെന്നാ? ഞാൻ എപ്പോഴും താഴ്ത്തിയാണ് പിടിക്കണെന്നാ? എങ്ങനെ വെക്കേണ്ടത്? അങ്ങനെ വെക്കണമെന്നാ? ഓക്കെ, നെക്സ്റ്റ് ടൈം ഞാൻ ഇനി ബാക്കി വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അത് ശ്രദ്ധിക്കാം. ഇപ്പം എനിക്ക് നിന്റെ പല്ല് മാത്രമേ കാണാവൂ. ഓക്കെ, സെറ്റ്. ഗൈസ്, ഇതാണ് ടിൻഡു മോൻ. ഗൈസ്, നമ്മൾ റൂമെല്ലാം ഒതുക്കി പടക്കി റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ റൂം ഞാൻ കാണിച്ചു തരാമേ. നമ്മളിങ്ങനെ കയറി വന്നാൽ ഇവിടെ നിന്ന് ഇങ്ങനെ, ഓക്കെ, ഇതാണ് വാതിൽ. ഇങ്ങനെ നേരെ കയറി വന്നാൽ ഇവിടെയാണ് ബെഡ്. ഞാൻ ലൈറ്റ് ഇടാത്തതാണ്, കാരണം എൻ്റെ റൂം ഇങ്ങനെ ഇരുണ്ടിരിക്കണതാണ് എനിക്കിഷ്ടം എപ്പോഴും. അപ്പം നമ്മൾ നേരെ കയറി വരുമ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചേക്കണമെന്ന് വെച്ചാൽ ഇവിടെയാണ് സ്വിച്ച് ബോർഡ്. അപ്പോഴത്തേനും ഇവിടെ ഓക്കെ, ഇതിലാകുമ്പോൾ കുറേ സ്വിച്ച് ഉണ്ട്. അപ്പം ഇങ്ങനെ അടുക്കി ഞാൻ അവിടെ ചിലപ്പോൾ ചാർജിന് വയ്ക്കും. രാത്രി കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കിടക്കാറില്ല, കാരണം റേഡിയേഷൻ. ഓക്കെ, അങ്ങനെ കിടക്കാറില്ല. പിന്നെ അവിടെ എൻ്റെ ടെഡി ബിയർ, ഇവിടെ ഞാൻ കിടക്കും. അപ്പോൾ അതിന് നേർക്ക് എൻ്റെ ഒരു ടേബിൾ ഉണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ബാഗ്, ബുക്സ്, ഇവിടെ ഒരു ലാപ്ടോപ്പൊക്കെ ഉണ്ട്. അത് എടുത്ത് മാറ്റി വെക്കണം. ഞാൻ ജസ്റ്റ് അവിടെ വെച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ജനലുണ്ട്. ഇവിടെ റിംഗ് ലൈറ്റ് ഞാൻ ചിലപ്പോഴേ വെക്കാറുള്ളൂ. പിന്നെ ഇവിടെ വന്നാൽ ഇതാണ് എൻ്റെ മിറർ. നമ്മുടെ ചെവറിനോട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഒരു വാർഡ്രോബ് പോലെ ചെയ്തതാണ് ഞങ്ങൾ, കണ്ടോ? അപ്പം എല്ലാം ചെയ്ത് ഞാൻ തളർന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുട്ടി ടേബിൾ ഉണ്ട്, അവിടെ ഡസ്റ്റ്ബിൻ ഉണ്ട്. ഇവിടെ എൻ്റെ ചെറിയ നെയിൽ പോളിഷ്, അങ്ങനെ എന്തെങ്കിലും അലക്കുലുത്ത് സാധനങ്ങൾ, അങ്ങനെ. അയ്യോ, ഇതെൻ്റെ കൂട്ടുകാരിയാണ്. ഞാൻ അവളുടെ ബാഗിൽ നിന്ന് എൻ്റെ എന്തോ ഒരു സംഭവം എടുത്തപ്പോൾ കാണിച്ചു കൊടുക്കട്ടെ. ഹഫ്സ, അവളുടെ ഫോട്ടോ ഞാൻ അടിച്ചു മാറ്റിയതാണ് ഗൈസ്. അപ്പം ഹഫ്സയുടെ ഫോട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കൂ. അത് കഴിഞ്ഞിട്ട് ഇത് കഴിക്കാൻ വേണ്ടി മമ്മി തന്ന ദിൽക്കുഷാണ്, അത് കഴിക്കണം. കുറച്ച് നേരത്തെ തന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ കുറച്ച് സ്വീറ്റ്സ് ഉണ്ട്. അപ്പം ഇന്നലെ ക്യാൻറ്റീനിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നത്, അതിൻ്റെ ബാക്കി. അപ്പം അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ റൂം. ഓക്കെ, പിന്നെ അവിടെ എന്തൊക്കെ സംഭവങ്ങൾ വെച്ചേക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോയി കുളിച്ച് ഫ്രഷെല്ലാം ആയിട്ട് ബാക്കി വീഡിയോ നമുക്ക് എടുക്കാം. തളർന്നു പോയി ഗൈസ്. അയ്യോ, ഞാൻ ഇപ്പം കുളിച്ച് വന്നതേ ഉള്ളൂ. നല്ല ലേറ്റായി പോയി. ഡ്രസ്സ് എല്ലാം കഴുകാനും കൂടെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പം കുളിച്ച് വന്ന്. അയ്യോ, ലീവുള്ള ഒരു ദിവസം കിട്ടിയ പിന്നെ മൊത്തം ഒതുക്കലും പറക്കലും ഒക്കെ ആയിരിക്കും. ഇപ്പൊ തന്നെ മണി 2:15 തോന്നുന്നു. ഇതുവരെ ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കണം. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കല്ലേ. ഒരു ലിപ് ബാമും കൂടെ ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഗൈസ്, നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. നമുക്കിന്ന് എന്തൊക്കെയുണ്ട്? ചോറിൻ്റെ കൂടെ പപ്പട ഉണ്ട്. ഇത് പുളിമുളക് ഒക്കെ ഞകടിയതാണ് പപ്പ ഉണ്ടാക്കിയത്. പിന്നെ പൊരിച്ച മീനുണ്ട്, പിന്നെ മീൻകറി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി ഫുഡ് കഴിക്കാം.
ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചെന്ന് കിടന്ന് ഉറങ്ങരുതെന്ന് എല്ലാവരും പറയും കേട്ടോ. പക്ഷെ ഫ്രീ ആയിട്ടുള്ള ദിവസം നമ്മൾ വീട്ടിൽ ഉറങ്ങിപ്പോവും. പക്ഷെ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സിനിമയൊക്കെ അധികം കാണുന്ന ശീലം എനിക്കില്ല. സിനിമ കാണും, പക്ഷെ ഓവറായിട്ട് സിനിമ കാണൂല. പക്ഷെ ഞാൻ ബുക്ക് വായിക്കും കേട്ടോ. ഇപ്പം ഞാൻ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്നത് ട്വിസ്റ്റഡിൻ്റെ ഒരു സീരീസിലെ ഒരു 4 ബുക്കുണ്ട്. അതിലെ സെക്കൻഡ് ബുക്കാണ് ഞാൻ വായിക്കണത്. അനാ ഹുവാങ് ആണ് അതിൻ്റെ ഓതർ. ബുക്ക് വായിക്കുന്നവർക്ക് അറിയായിരിക്കും. അപ്പം ഞാൻ ഫസ്റ്റ് വായിച്ച് കഴിഞ്ഞ് ട്വിസ്റ്റഡ് ലവ് അത് വായിച്ച്, ഇപ്പം ട്വിസ്റ്റഡ് ഗെയിം ഞാൻ വായിക്കണം. എൻ്റെ കയ്യിൽ ബുക്കില്ല, അതുകൊണ്ട് ഞാൻ ലാപ്പിൽ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കവർ പേജ്. ഇതുണ്ട്, അനാ ഹുവാങ് ആണ് ട്വിസ്റ്റഡ് ഗെയിംസ്. അപ്പം ഞാൻ ഓൺലൈനായിട്ടാണ് വായിക്കണത്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ തീം എന്തോ ഒരു ബോഡി ഗാർഡിൻ്റെ ആണ്. നമുക്കിങ്ങനെ പേജ് മറിക്കണത് പോലെ ഇങ്ങനെ വായിക്കാം. കണ്ടോ ഇതാ എവിടെ ക്യാരക്ടേഴ്സ് ഇപ്പുറത്തുണ്ട്. ക്വീൻ ഇതില്ലേ, അയ്യോ സോറി, അത് പ്ലേലിസ്റ്റ്. ക്യാരക്ടേഴ്സ് ഇതാണ് ബ്രിഡ്ജറ്റും റീസുമാണ്. റീസ് ലാർസൺ അതാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം ഞാൻ ഇപ്പം എന്തായാലും ബുക്ക് വായിക്കാനായിട്ട് പോന്നു. ഞാൻ എന്താ ഇവിടെ എവിടെയോ എത്തി. തന്നെ മണി 3 ഞാൻ ഇനി വായിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോവും. അപ്പച്ചൻ വാഴയ്ക്കപ്പം വാങ്ങിച്ചിട്ട് വരും. വാഴയ്ക്കപ്പം ഇപ്പം കുറേ ദിവസം കൊണ്ട് വാഴയ്ക്കപ്പം ഇല്ല ഗൈസ്. ഇപ്പം നമുക്ക് വാഴയ്ക്കപ്പം മീൻസ് ഞങ്ങളുടെ ഇവിടെ വാഴയ്ക്കപ്പം, നിങ്ങളുടെ അവിടെ ചിലപ്പം ഏത്തയ്ക്കപ്പം ആയിരിക്കും. വേറെ എന്തൊക്കെ പേരുണ്ട്, ഏത്തയ്ക്കപ്പം, വാഴയ്ക്കപ്പം. ഞങ്ങളിവിടെ വാഴയ്ക്കപ്പം എന്നാണ് പറയണത്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ ഇല്ല. ഇപ്പോൾ ഉള്ളിവടയോ ഉഴുന്നുവടയോ ഒക്കെ ഉള്ളൂ. അപ്പോൾ എന്തേലും വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ ഞാൻ എന്തായാലും പോയി വായിച്ചിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ചായ കുടിക്കാൻ പോകുന്നു. അപ്പച്ചൻ ചായ കുടിക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരും. അപ്പോഴത്തേനും മമ്മി നമുക്ക് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് ഉണ്ടായോണ്ട് അപ്പച്ചൻ ഇപ്പം അവിടെ നിന്നാണ് സ്ഥിരമായിട്ട് കുടിക്കുന്നത്. അയ്യോ, ലിപ്സ്റ്റിക് എല്ലാം ഗ്ലാസ്സിലായി. ഓക്കെ, ഞാൻ വായിച്ച് 5th 6th ചാപ്റ്റർ എത്തി. ഇതേപോലെ ലീവുള്ള ദിവസം ഒന്നും ചെയ്യാതെ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ഇങ്ങനെ ഇരിക്കണതാണ് എനിക്ക് സാധാരണ ഇഷ്ടം. പക്ഷെ പലപ്പോഴും അത് നടക്കാറില്ല, മനസ്സിലായ. എന്തെങ്കിലുമൊക്കെ ജോലി കാണും. അപ്പച്ചൻ വന്ന് ഉള്ളിവടയാ, കുഴപ്പമില്ല. ഉള്ളിവട ഇന്ന് നമുക്ക് ഉള്ളിവട കിട്ടി. കാണിച്ചു തരാമേ ഉള്ളിവട. ഞാൻ ആദ്യമൊന്നും ഉള്ളിവട കഴിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അപ്പുറത്തെ അപ്പൂപ്പൻ്റെ കടയിൽ നിന്ന് കഴിച്ച് എനിക്കും ഇഷ്ടമുണ്ട് ഉള്ളിവട. വലിയൊരു ഉള്ളിയാണ് പോയത് ആദ്യം തന്നെ. കൊള്ളാം. നല്ല വെളിച്ചമുണ്ട്. ഡയറക്റ്റ് എൻ്റെ റൂമിൻ്റെ അകത്താണ് സൂര്യപ്രകാശം അടിക്കുന്നത്. എന്താ സൂര്യൻ തോലാത്ത സൂര്യനാണ്. നമുക്ക് ബുക്കും വായിച്ച് ചായയും കുടിച്ച് ഉള്ളിവടയൊക്കെ തിന്നിരിക്കാം. അതെൻ്റെ അനിയനുള്ളത്. ഓക്കെ, അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ടാറ്റാ, ബൈ. ഇതിൻ്റെ ഇല കണ്ട ഗൈസ്, പൂ പോലെ ഇല്ലേ കാണാൻ വേണ്ടിയിട്ട്? നല്ല ഭംഗിയുണ്ട്. ഒരു കപ്പപ്പഴം ഇല്ലേ, അതിൻ്റെ കളറാണ് സത്യം പറഞ്ഞത്. ഇതിൽ കുറച്ചുകൂടെ മെറൂൺ റെഡ് പോലെ കാണിക്കുന്നു. ഇതിലെനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കളർ കിട്ടണില്ല. കുറച്ചുകൂടെ ലൈറ്റാണ് കളറ്. സൺഡേ ആയി. ഇവിടെ ഉണ്ട് ഒരു പൂവ്. ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾ ഇത് പോയി
കഴിഞ്ഞ ആഴ്ച ലാസ്റ്റത്തെ വീഡിയോയിൽ ഇതുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞു പോയി. നമുക്കതിൻ്റെ വേറെ ഒരെണ്ണം വാങ്ങിക്കണം. മമ്മിയും പപ്പയും കൂടെ കമ്മവും പോയി പള്ളിയിൽ. അതുകൊണ്ട് ഇപ്പം ഇതിനെ ഗൂഗിളിൽ നോക്കിയപ്പം അഡീനിയം ഓബിസമോ അങ്ങനെ എന്താണ് ഈ പ്ലാന്റിനെ പറയണത്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ നിറഞ്ഞു നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ദാ ഒരെണ്ണം കൂടെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. വിചാരിക്കണ സമയത്തൊന്നും നമ്മളെ തലമുടി ഇങ്ങനെ കിടക്കൂല. ഞാൻ എവിടെയെങ്കിലും പോകാൻ നേരത്ത് എൻ്റെ തലമുടി ഇങ്ങനെ 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 കിടക്കണമെന്നൊക്കെ വിചാരിക്കും കേട്ടാ, പക്ഷെ കിടക്കൂല. അതുകൊണ്ടാ വിചാരിക്കാത്ത സമയത്ത് കുറച്ച് നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, വാട്ടവർ. ഇന്ന് രാവിലെ എൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ ഇങ്ങനെ എന്തോന്ന് വെക്കണമെന്ന്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആംഗിൾ പിടിക്കാം ക്യാമറയുടെ. ഞാൻ ആംഗിൾ പിടിക്കണ ശരിയല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ശരിയായിന്ന് തോന്നണം. എടാ നീ കണ്ടിട്ട് ശരിയായ ഇല്ലെന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു റാൻഡം വേറൊന്നും ചെയ്യാനില്ലാത്ത ദിവസം കടന്നു പോകുന്നത്. പിന്നെ ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും കാണിക്കാനില്ല. ഇനി ഞാൻ പോയി നാളെ ക്ലാസ് ഉണ്ട്, എക്സാം ഉണ്ട്, അതിന് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും, ചെന്നിടന്നുറങ്ങും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദോ പോണൊരു എയറോപ്ലെയിൻ കാണാമോ? അയ്യോ, ഞാൻ എങ്ങനെ കാണിക്കണത് ഇത്? അത് പോയി. കണ്ടില്ലല്ല, സാരമില്ല. ഇനി അടുത്ത വരുമ്പോൾ കാണിച്ചു തരാം. എന്തോ പോണ്. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഉടനെ വരും. ഞാൻ ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ലോങ് വീഡിയോ, ഷോർട്സിനെക്കാട്ടിപ്പോൾ ഞാൻ ലോങ് വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറക്കണ്ട, ഞാൻ Q&Aയുടെ പോസ്റ്റ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ആ പോസ്റ്റ് ഇടണം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഇൻസ്റ്റാഗ്രാമിലെയും യൂട്യൂബിലെയും രണ്ടിൻ്റെയും ആയിട്ട് ഞാൻ Q&Aയുടെ അത് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും സ്റ്റിൽ എനിക്കിങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ച് Q&Aയുടെ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമല്ലോ, അപ്പോൾ ഇരുന്ന് സംസാരിക്കാമല്ലോ. വേറെ വർക്കൊന്നുമില്ല, ചുമ്മാ ഇരിക്കണം, ക്വസ്റ്റ്യൻ വായിക്കണം, ആൻസർ പറയണം. അപ്പോൾ Q&Aക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഡു ടൈപ്പ് എന്തെങ്കിലും ബിലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നാളെയല്ല, ഉടനെ കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.